ക്രിസ്തുവർഷം 999 സ്ഥാപിതമായ നെടിയശാല പള്ളി പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. പുരാതന കാലത്ത് തമിഴകവും പടിഞ്ഞാറൻ തുറമുഖങ്ങളുമായി ബന്ധപ്പെടുത്തിയിരുന്ന സ്ഥലമാണ് നെടിയശാലയായി തീർന്നത്. നെടിയാനി എന്നും നെടിയാല എന്നും അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഇപ്പോൾ നെടിയശാല എന്നറിയപ്പെടുന്നു. പ്രകൃതിക്ഷോഭം, കാട്ടാനകളുടെ ആക്രമണം തുടങ്ങിയവ മൂലം ഇവിടെയുണ്ടായിരുന്ന ദേവാലയം നശിപ്പിക്കപ്പെടുകയും ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. പള്ളിയിലെ തിരുസ്വരൂപങ്ങളും മാമോദീസ തൊട്ടിലും മറ്റും 1876 മാരികയിലേക്ക് മാറ്റി. 1920 വരെ ഇപ്പോഴത്തെ മാരികപ്പള്ളി നെടിയശാലപ്പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് ഇവിടെ നിന്നും മാറിയ ആളുകൾ സ്ഥിരതാമസമാക്കിയ സ്ഥലം ഇപ്പോൾ മാരിക എന്ന പേരിൽ അറിയപ്പെടുന്നു. 1922 പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പിനോടനുബന്ധിച്ച് മാരികയിലേക്ക് കൊണ്ടുപോയ തിരുസ്വരൂപം ആഘോഷപൂർവ്വം തിരികെ കൊണ്ടുവരികയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുകയും ചെയ്തു. ദിവ്യത്വം സ്ഫുരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒറ്റത്തടിയിൽ ഏകദേശീയ ശില്പചാരുതയോടെ രൂപപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം പുരാതന ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നതാണ്. നെടിയാലയമ്മേ, പിടിയായി വരണേ. നെടിയാലയമ്മയോടുള്ള ഈ പ്രാർത്ഥന നൂറ്റാണ്ടുകളായി ഉരുവിടുന്നതാണ്. ഒരു നവവധു പിടിയുണ്ടാക്കാൻ അറിയാതെ വിഷമിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ഫലസിദ്ധി നേടുകയും ചെയ്ത പ്രാർത്ഥനയാണ് നെടിയാലയമ്മേ, പിടിയായി വരണേ എന്നത്. 1941 ഫെബ്രുവരി 11 പരിശുദ്ധ അമ്മയിൽ നിന്നും ലഭിച്ച ദർശനമനുസരിച്ച് കണ്ടെത്തിയതാണ് ഈ ദേവാലയത്തിലെ അത്ഭുത നീരുറവ. ഒരിക്കലും വറ്റാത്ത ഈ നീരുറവയിലെ തീർത്ഥജലം ഉപയോഗിക്കുന്നവർക്ക് രോഗശാന്തിയും മറ്റനുഗ്രഹങ്ങളും ധാരാളമായി ലഭിക്കുന്നുണ്ട്. മലനാടിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയിൽ തിരികൾ കത്തിച്ചും കൽവിളക്കിൽ ദീപം തെളിയിച്ചും അനുഗ്രഹങ്ങൾ നേടാൻ ജാതിമതഭേദമന്യേ നാനാദേശത്തു നിന്നും ധാരാളം ആളുകൾ ദിനം തോറും ഇവിടെ എത്തിച്ചേരുന്നു. ഈ ദേവാലയത്തിന്റെ കീഴിൽ 1940 മുണ്ടൻമലയിൽ സ്ഥാപിതമായ മരക്കുരിശ് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൽ നിന്നുള്ള പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കുകൊണ്ട് നേർച്ചക്കഞ്ഞിയും സ്വീകരിച്ച് വിശുദ്ധ കുരിശിനെ വണങ്ങി അനുഗ്രഹം നേടാൻ ധാരാളം വിശ്വാസികൾ എത്തിച്ചേരുന്നു. അനേകരെ ആകർഷിക്കുന്ന നെടിയശാല കപ്പേള 1958 സ്ഥാപിതമായി. പരിശുദ്ധ അമ്മയുടെ വണക്കമാസ തിരുനാൾ ആഘോഷപൂർവ്വം നടത്തിവരുന്നു. 2024 സെപ്റ്റംബർ 8 സഹസ്രാബ്ദോത്തര രജത ജൂബിലി സ്മാരകമായി കൂദാശ ചെയ്യപ്പെട്ടതാണ് ദേവാലയത്തിന് മുൻപിലുള്ള മഡോണ ക്രിസ്റ്റി. 1990 സഹസ്രാബ്ദി ആഘോഷാവസരത്തിൽ ഈ ദേവാലയം മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ആഘോഷപൂർവ്വം നൊവേനയും പിടിനേർച്ചയും നടത്തിവരുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നെടിയാലയമ്മ തലമുറകളായി നമുക്കേവർക്കും അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അണിചേരുന്നു, ഒരു മനമായി പാടുന്നു, മാതാവേ കന്യമേരി നിർമ്മലറാണി. മനസ്സിൻ്റെ ഭാരങ്ങൾ കണ്ണീർമണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ. ഒന്നായണി ചേരുന്നു, ഒരു മനമായി പാടുന്നു, മാതാവേ കന്യാമേരി നിർമ്മലറാണി. മനസ്സിന്റെ ഭാരങ്ങൾ കണ്ണീർമണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ. നെടിയാലയമ്മേ
പിടിയായി വരണേ, നിന്മക്കൾ പ്രാർത്ഥിക്കുന്നു, നീ കേട്ടിടണമേ. മിടിയാലയമ്മേ പിടിയായി വരണേ, നിന്മക്കൾ പ്രാർത്ഥിക്കുന്നു, നീ കേട്ടിടണമേ. യേശുവിൻ തിരുമുൻപിൽ നിൻ ദിവ്യമാധ്യസ്ഥ്യം എന്നാളും ശ്രേഷ്ഠമാണെന്നോർത്തിടേണമേ. യേശുവിൻ തിരുമുൻപിൽ നിൻ ദിവ്യമാധ്യസ്ഥ്യം എന്നാളും ശ്രേഷ്ഠമാണെന്നോർത്തിടേണമേ. ഒന്നായി അണിചേരുന്നു, ഒരു മനമായി പാടുന്നു, മാതാവേ കന്യാമേരി നിർമ്മല റാണി. മനസ്സിന്റെ ഭാരങ്ങൾ കണ്ണീർ മണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ. തീരാത്ത വ്യാധികൾ നീക്കി, മാറാത്ത രോഗം മാറ്റി, നൂറ്റാണ്ടുകളെ ദേശത്തെ കാത്തു പുലർത്തി നീ. തീരാത്ത വ്യാധികൾ നീക്കി, മാറാത്ത രോഗം മാറ്റി, നൂറ്റാണ്ടുകളെ ദേശത്തെ കാത്തു പുലർത്തി നീ. നീരുറവയിലെ തീർത്ഥജലം നിൻ വാത്സല്യ സ്നേഹത്തിൻ തെളിനീരല്ലോ. നീരുറവയിലെ തീർത്ഥജലം നിൻ വാത്സല്യ സ്നേഹത്തിൻ തെളിനീരല്ലോ. ഒന്നായി അണിചേരുന്നു, ഒരു മനമായി പാടുന്നു, മാതാവേ കന്യാമേരി നിർമ്മല റാണി. മനസ്സിന്റെ ഭാരങ്ങൾ കണ്ണീർ മണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ. ഒന്നായി അണിചേരുന്നു, ഒരു മനമായി പാടുന്നു, മാതാവേ കന്യാമേരി നിർമ്മല റാണി. മനസ്സിന്റെ ഭാരങ്ങൾ കണ്ണീർ മണിമുത്തുകളായി അർപ്പിക്കും നമ്മെ ഞങ്ങൾ നിന്റെ മുൻപിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിത്യപിതാവിൻ്റെ പ്രകാശമായ മിശിഹായെ, അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കും അമ്മയായി നൽകുവാൻ തിരുമനസ്സായല്ലോ. ആ അമ്മയുടെ മാതൃസഹജമായ സംരക്ഷണത്താലും സഹായത്താലും ഞങ്ങൾ ദൈവിക ജീവനിൽ വളരുന്നതിനും പുണ്യപൂർണ്ണത പ്രാപിച്ച് സ്വർഗീയ മഹത്വം പ്രാപിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല, ബാധകൾ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയില്ല. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, അങ്ങേ വത്സലമാതാവായ പരിശുദ്ധ മറിയത്തോട് ചേർന്നുകൊണ്ട് അങ്ങേക്ക് ആരാധനയെ സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കുവാൻ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും വിശ്വാസ ജീവിതത്തിൽ വളർത്തുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ച മനുഷ്യരക്ഷാർത്ഥം തന്നെ താഴ്ത്തിയ കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ വഴി ഞങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന് മക്കളായി നൽകി അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെയും കാൾ പരിശുദ്ധ കന്യകാമറിയത്തെ വരപ്രസാദത്താൽ നിറച്ച കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തീർത്ഥാടനം ചെയ്യുന്ന ദൈവജനമായ തിരുസഭയ്ക്ക് ഈ ലോകത്തിൽ യഥാർത്ഥ പ്രത്യാശയ്ക്ക് അടിസ്ഥാനമായി പരിശുദ്ധ മറിയത്തെ കാണിച്ചു തന്ന കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യഹൃദയങ്ങളിൽ അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിക്കുവാനുള്ള അങ്ങേ ആഗമനോദ്ദേശത്തെ ഫലമണിയിക്കുവാനായി അങ്ങയോട് പൂർണ്ണമായി സഹകരിക്കുവാൻ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മറിയത്തെ തിരഞ്ഞെടുത്ത കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ കൗദാശിക ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ നിരന്തരം അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായി ഞങ്ങളെ സദാ സമാശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മൗനമായി നന്ദി പറയാം. പരിശുദ്ധ മറിയത്തോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം. എന്നാത്മം ദൈവത്തെ എന്നും വാഴ്ത്തുന്നു, എൻ ചിത്തം രക്ഷകനിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് ദാസിയെ സ്വീകരിച്ചു, അവിടുന്ന് താഴ്മയെ തൃക്കൺ പാർത്തു. തലമുറകൾ തോറും എന്നെ കീർത്തിച്ചു പാടിടും ഭാഗ്യവതി നീ ഭാഗ്യവതി. തലമുറകൾ തോറും എന്നെ കീർത്തിച്ചു പാടിടും ഭാഗ്യവതി നീ ഭാഗ്യവതി. വൻകാര്യം ചെയ്യുന്ന ശക്തനായവൻ പരിശുദ്ധമായിടുന്നു ആ തിരുനാമം. തൻ ഭക്തർ തന്നുടെ മേൽ തലമുറ തോറും കാരുണ്യം വർഷിച്ചു കാത്തിടുന്നവൻ. സിംഹാസനത്തിൽ നിന്നു ശക്തരെ താഴ്ത്തിടും, എളിയവരെ ഉയർത്തിടും. പശിയുള്ളോരെ നിത്യം പോറ്റി പുലർത്തിടും, ധനികരെയോ പറഞ്ഞയച്ചിടും. എന്നാത്മം ദൈവത്തെ എന്നും വാഴ്ത്തുന്നു, എൻ ചിത്തം രക്ഷകനിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് ദാസിയെ സ്വീകരിച്ചു, അവിടുന്ന് താഴ്മയെ തൃക്കൺ പാർത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾ അങ്ങയുടെ പക്കൽ അഭയം തേടുന്നു. കാരുണ്യത്തിന്റെ നിറകുടമേ, തികഞ്ഞ പ്രതീക്ഷയോടെ അങ്ങേ കൃപാദത്തിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. കരുണാർദ്രയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ക്ലേശിതരെ സഹായിക്കണമേ.
ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. സകല ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ എത്രയും നിർമ്മലയായിരിക്കുന്ന മാതാവേ, ഈ ദാനങ്ങളൊക്കെയുമായി അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കർത്താവെ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിൻ്റെ ആഗ്രഹത്തെ ബഹുമാനിച്ച് അത്ഭുതം പ്രവർത്തിച്ച കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളും നല്ല ആഗ്രഹങ്ങളും സാധിച്ചു തരുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിനീതയായ ഒരു കന്യകയെ അമ്മയായി തിരഞ്ഞെടുക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൊണ്ട് അമ്മയെ അലങ്കരിക്കുകയും ചെയ്ത കർത്താവെ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വപുത്രനെ പ്രതി അനുഭവിക്കേണ്ടി വന്ന നിരവധി ത്യാഗങ്ങളെ ക്ഷമയോടെ മാതാവ് സഹിച്ചതുപോലെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ വിശ്വാസത്തോടെ സഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൽ നിന്ന് കേട്ട അഗ്രാഹ്യങ്ങളായ കാര്യങ്ങൾ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിരുന്നതുപോലെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്ന ദൈവപരിപാലനയെ സ്വീകരിക്കുന്നതിനും അതിന് സ്വയം വിധേയരാകുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബജീവിതക്കാരുടെ മാതൃകയും തുണയുമായ പരിശുദ്ധ അമ്മേ, ജീവിത യാഥാർത്ഥ്യങ്ങളെ സമചിത്തതയോടെ സ്വീകരിച്ച അങ്ങ് കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയും മാഹാത്മ്യവും മനസ്സിലാക്കി ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ എല്ലാ ഭാര്യാഭർത്താക്കന്മാരെയും മാതാപിതാക്കളെയും മക്കളെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവഹിതം അനുദിനം അനുവർത്തിച്ച മലാംബികെ, ഈ നവനാളിൽ സംബന്ധിക്കുന്ന രോഗികൾ സുഖം പ്രാപിക്കുന്നതിനും തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും കുടുംബസമാധാനമില്ലാതെ ക്ലേശിക്കുന്നവർക്ക് കുടുംബസമാധാനമുണ്ടാകുന്നതിനും സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കുന്നതിനും യുവതീയുവാക്കന്മാർക്ക് തങ്ങൾക്ക് അനുയോജ്യമായ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പോലിത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനു വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നേ ദിവസം ഈ നൊവേന നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹീതയായ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ രാജ്യത്തിലെ നിത്യവിരുന്നിൽ അമ്മയോടുകൂടി ഞങ്ങളെയും പങ്കുകാരാക്കണമേ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ പക്കൽ അഭയം തേടുന്ന പാപികളായ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. രോഗികൾക്ക് വേണ്ടി അവരും അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സ്നേഹിതരും
വിശ്വാസപൂർവ്വം സമർപ്പിച്ച പ്രാർത്ഥന സ്വീകരിച്ച് രോഗശാന്തി പ്രദാനം ചെയ്യണമേ. ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും സകലവിധ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. കർത്താവിന്റെ മഹത്വം അവരിലൂടെ പ്രകാശിതമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവപാപത്തിൽ നിന്ന് രക്ഷിക്കുകയും പ്രസാദവരത്താൽ നിറയ്ക്കുകയും ഈശോമിശിഹായുടെ അമ്മയായി ഉയർത്തുകയും ചെയ്ത ദൈവമേ, ആ മാതാവിനെ അനുകരിച്ച് ഞങ്ങളും ദൈവത്തിൻ്റെ ആലയങ്ങളായി തീരുവാനും ദിവ്യരക്ഷകൻ്റെ വിശ്വസ്ത സേവകരും അനുയായികളുമായി ജീവിക്കുവാനും അനുഗ്രഹം നൽകണമേ. ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് അരുളി ചെയ്യുകയും രോഗികളെ സുഖപ്പെടുത്തുവാൻ ശിഷ്യർക്ക് അധികാരം നൽകുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ വത്സല മാതാവിനെ നമുക്കും അമ്മയായി നൽകുവാൻ തിരുമനസ്സായ അവിടുന്ന് ആ അമ്മയുടെ മാധ്യസ്ഥ്യം വഴി നിങ്ങൾക്ക് രോഗശാന്തിയും ശാരീരികാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ദുഷ്ടാരൂപികളുടെയും നാശകാരികളായ ജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിതരാകട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും അകറ്റി ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുന്നതിനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയെ വണങ്ങി പിടിനേർച്ചയും തീർത്ഥജലവും സ്വീകരിക്കുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾക്കെന്നും ആശ്രയമേ, അമ്മേ നിൻ സ്തുതിഗീതങ്ങൾ പാടാം ഞങ്ങൾ നിൻ തനയം. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾക്കെന്നും ആശ്രയമേ, അമ്മേ നിൻ സ്തുതിഗീതങ്ങൾ പാടാം ഞങ്ങൾ നിൻ തനയം. കർത്താവിൻ പ്രിയദാസി എന്നും കനിവേകിടണമേ. കർത്താവിൻ പ്രിയദാസി എന്നും കനിവേകിടണമേ. യേശുവിലേക്കായി ഞങ്ങളെ എന്നും നീ ചേർത്തിടണമേ. യേശുവിലേക്കായി ഞങ്ങളെ എന്നും നീ ചേർത്തിടണമേ.
എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ കൃപാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകത്തിൻ നാഥയാം അമ്മേ, അനുഗ്രഹം ചൊരിയുന്ന ധന്യേ, തിരുമുൻപിലണയുന്ന നിൻ മക്കളെന്നും വിളിച്ചാൽ വിളി കേൾക്കും പരിശുദ്ധ അമ്മ. ലോകത്തിൻ നാഥയാമമ്മേ, അനുഗ്രഹം ചൊരിയുന്ന ധന്യേ, തിരുമുൻപിലണയുന്ന നിൻ മക്കളെന്നും വിളിച്ചാൽ വിളി കേൾക്കും പരിശുദ്ധ അമ്മ. അമ്മേ അമ്മേ നെടിയാലെ അമ്മേ, വരണേ തരണേ നിൻ സ്നേഹവാത്സല്യം. അമ്മേ അമ്മേ നെടിയാലെ അമ്മേ, വരണേ തരണേ നിൻ സ്നേഹവാത്സല്യം. നിൻ പാദപീഠത്തിങ്കൽ തേടുന്ന മാധ്യസ്ഥം, നെടിയാലയമ്മേ പിടിയായി വരണേ. നിൻ പാദപീഠത്തിങ്കൽ തേടുന്ന മാധ്യസ്ഥ്യം, നെടിയാലെ അമ്മേ പിടിയായി വരണേ. ഉദരത്തിൻ ഫലമാകാൻ മാതൃത്വ സ്നേഹത്തിൻ ഏഴുന്നോർക്കാശ്രയമാ നെടിയാലയമ്മേ. ഉദരത്തിൻ ഫലമാകാൻ മാതൃത്വ സ്നേഹത്തിൻ കീഴുന്നോർക്കാശ്രയമാം നെടിയാലെ അമ്മേ. അമ്മേ അമ്മേ നെടിയാലെ അമ്മേ, വരണേ തരണേ നിൻ സ്നേഹവാത്സല്യം.
അത്ഭുതമേ നീരുറവ ഈ മണ്ണിൻ സൗഭാഗ്യം. ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ ജീവജലം നുകരുവാൻ അനുഗ്രഹം ചൊരിയുന്ന അമ്മേ. ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ ജീവജലം നുകരുവാൻ അനുഗ്രഹം ചൊരിയുന്ന അമ്മേ. ലോകത്തിൻ നാഥയാം അമ്മേ, അനുഗ്രഹം ചൊരിയുന്ന ധന്യേ. തിരുമുമ്പിലണയുന്ന നിൻ മക്കളെന്നും വിളിച്ചാൽ വിളി കേൾക്കും പരിശുദ്ധ അമ്മ.